ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളങ്കുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിലെ തിരുവോണ ദിനാശംസകൾ. ഞാൻ ശ്രീദത്ത്. പ്രധാന വാർത്തകൾ. പൊന്നിൻ തിരുവോണ ദിനത്തെ ആഹ്ലാദത്തോടെ വരവേറ്റ് നാട്. ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. ഓണസദ്യ ഉണ്ടും ബന്ധുവീടുകൾ സന്ദർശിച്ചും ആഘോഷം. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ പുതിയ കടമുറികൾ പണിതിട്ട് മാസങ്ങൾ. കടമുറികൾ പണിതത് വ്യാപാരികൾ സ്വന്തം പൈസ ചെലവഴിച്ച്. തുറക്കാൻ അനുവദിക്കാതെ നഗരസഭ. നാഗമ്പടം റെയിൽവേ മേൽപ്പാലത്തിലെ നടപ്പാത തകർന്നു. ഓടകളുടെ സ്ലാബുകൾ ഒടിഞ്ഞും തെന്നിമാറിയും. അധികൃതരോട് പറഞ്ഞുമടുത്ത് നാട്ടുകാർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ പ്രീമിയം കഫേ തുറന്നു. ജില്ലയിലെ രണ്ടാമത്തെ പ്രീമിയം കഫേ. നല്ല ഭക്ഷണവും ശുചിത്വവും ഉറപ്പാക്കും. വാർത്തകൾ വിശദമായി. പൊന്നിൻ തിരുവോണ ദിനം പിറന്നു. അത്തം പിറന്ന് 11ാം നാളാണ് ഇക്കുറി തിരുവോണം. ദിവസങ്ങളായി പെയ്യുന്ന മഴ തിരുവോണ ആഘോഷത്തിന് പകിട്ട് കുറച്ചിട്ടുണ്ട്. പൊന്നിൻ തിരുവോണ ദിനത്തെ ആഹ്ലാദത്തോടെ നെഞ്ചേറ്റി മലയാള നാട്. ഏവർക്കും ക്യാബിനറ്റ് ചാനലിന്റെ തിരുവോണ ദിന ആശംസകൾ. ഇക്കുറി മഴയിൽ കുതിർന്ന ഓണദിനങ്ങളായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരുന്നെത്തുന്ന തിരുവോണ ദിനം ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുകയാണ്. രാവിലെ തന്നെ ക്ഷേത്ര ദർശനമാണ് ഈ ദിനത്തിലെ പ്രധാന ചടങ്ങ്. ഓണക്കോടിയുടുത്തും ഉച്ചക്കത്തെ വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ടും ആഘോഷം ഗംഭീരമാക്കും മലയാളികൾ. അത്തം 11ാം നാളാണ് ഇക്കുറി തിരുവോണം. അത്തം പിറന്നതാവട്ടെ കർക്കിടകത്തിലും. ദിവസങ്ങളായി നാട്ടിലെങ്ങും ഓണക്കളികൾ ഉൾപ്പെടുത്തി ഓണാഘോഷം പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നു. കാലം എത്ര മാറിയാലും ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളുമായി എല്ലാ വർഷവും ഓണമെത്തും. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ പൊളിച്ചു മാറ്റിയ കടമുറികൾക്ക് പകരമായി വ്യാപാരികൾ കോടതി അനുമതിയോടെ പുതിയ കടമുറികൾ പണിതെങ്കിലും തുറന്നു നൽകാൻ കോട്ടയം നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. 36 ലക്ഷം രൂപ ചെലവഴിച്ച് പണിത കടമുറികളാണ് ഇപ്പോൾ വ്യാപാരികൾക്ക് അന്യമായത്. തിരുനക്കര ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കിയിട്ട് 4 വർഷങ്ങൾ. കെട്ടിടത്തിന് ബലക്ഷയം ചൂണ്ടിക്കാട്ടിയും 52 കടമുറികൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്നും സൂചിപ്പിച്ച് 2022 ഒക്ടോബർ മാസത്തിലാണ് വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചത്. 2023 സെപ്റ്റംബർ 14 കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി. 2025 വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്വന്തം ചെലവിൽ കടകൾ പണിയാൻ അനുമതി നേടി. ഇപ്പോൾ സ്വന്തം ചെലവിൽ വ്യാപാരികൾ നിർമ്മിച്ച 36 കടമുറികൾ തുറന്നു നൽകാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. 36 ലക്ഷം രൂപ ചെലവിലാണ് കടമുറികൾ പണിതത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് 36 കടമുറികൾ പണിയാൻ അനുമതി നൽകിയത്. എന്നാൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റതോടെ ആദ്യ പ്ലാനിംഗിൽ പണിത കെട്ടിടം പകുതി ഭാഗം പൊളിച്ചു മാറ്റിച്ചു. പിന്നീട് പുതിയ നിർദ്ദേശം അനുസരിച്ച് 36 മുറികൾ പണിതെങ്കിലും തുറക്കാൻ അനുമതി നൽകാൻ നഗരസഭ തയ്യാറായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന 4 കടകൾ അടയ്ക്കാനും നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ താൽക്കാലിക സ്റ്റാളുകൾ പണിയാനാണ് വ്യാപാരികൾക്ക് അനുമതി നൽകിയെന്ന് നഗരസഭ അധികൃതർ പറയുന്നു. ഓരോ കെട്ടിടമുറിക്കും നമ്പർ ഇട്ട് കഴിയുമ്പോൾ മാത്രമാണ് തുറന്നു നൽകാൻ അനുമതി നൽകുന്നതെന്ന് ചെയർമാൻ MP സന്തോഷ് കുമാർ പറഞ്ഞു. നഗരസഭ പുതിയ കൗൺസിൽ വന്നതിന് ശേഷം അവർക്ക് തൽക്കാലത്തേക്ക് അവിടെ ഒരു താൽക്കാലിക സ്റ്റാള് അവരുടെ സ്വന്തം ചിലവിൽ പണിയുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 36 പേരോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടൊരു ചെറിയൊരു കെട്ടിട നിർമ്മാണം അവർ താൽക്കാലികമായി അവിടെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന് നഗരസഭ ഒരു അനുവാദം കൊടുത്തു. ആ അനുവാദ പ്രകാരമാണ് അത് പണി പൂർത്തീകരിച്ചത് എന്നുള്ള നിലയിൽ അവർ പണി പൂർത്തീകരിച്ച പ്ലാൻ സഹിതം സമർപ്പിച്ച് അതിന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി റവന്യൂ വിഭാഗത്തിൽ വന്നതിന് ഓരോ കെട്ടിടം മുറിക്കും നമ്പർ ഇട്ട് കഴിയുമ്പോഴാണ് ആർക്കാണ് അവിടെ കൊടുക്കേണ്ടതെന്നും തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ കൊടുക്കാൻ ആ ഓരോ കടമുറികളും ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനത്തെ തുടർന്ന് അവർ നഗരസഭാ കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുനിസിപ്പൽ സെക്രട്ടറിയുമായിട്ട് ഓരോരുത്തരും ഓരോ എഗ്രിമെൻറ്റിൽ ഏർപ്പെടേണ്ടതും അതിൻ്റെ വാടക നിശ്ചയിക്കേണ്ടതുമുണ്ട്. ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് വേണം അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കേണ്ടത്. ഈ നഗരസഭയിൽ മാത്രമല്ല, ഏത് നഗരസഭയിലാണെങ്കിലും ഒരു പൊതു സ്ഥലത്ത് ഒരു കെട്ടിടം അവരുടെ സ്വന്തം ചെലവിൽ പണിതിട്ടുണ്ടെങ്കിൽ പോലും നഗരസഭാ കൗൺസിലിൻ്റെ ഉടമസ്ഥതയിലുള്ള രീതിയിലേക്കാണ് ആ പണി ആരംഭിക്കുന്നതും ചെയ്യുന്നതും.
ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നഗരസഭയുടെ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പൂർത്തീകരണം വന്നതിന് ശേഷം അവരുടെ ഓരോ കടമുറികളും അനുവദിക്കപ്പെടുന്നവർ അവിടെ കൃത്യമായ എഗ്രിമെൻ്റ് വെച്ച് വേണം അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ. അതല്ലാതെ ആരുടെയെങ്കിലും സ്വന്തം ജില്ലയിൽ പണിതു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ പെരുമാറും എന്ന് പറയുന്നത് നഗരസഭാ കൗൺസിലിനോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് അവിടെ കടമുറി കൊടുത്തത്, അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുത്തതാണ്. അതേസമയം കെട്ടിട സമുച്ചയത്തിലെ വ്യാപാരികളെ വഴിയാധാരമാക്കിയിട്ടും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രൂപരേഖ പോലും തയ്യാറാക്കാൻ നഗരസഭ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നാഗമ്പടം റെയിൽവേ മേൽപ്പാലത്തിലെ കാൽനടപ്പാത തകർന്നിട്ട് മാസങ്ങൾ. നടപ്പാതയിലെ ഓടകളുടെ കോൺക്രീറ്റ് മൂടികൾ പലതും ഇളകിയും തകർന്നും കിടക്കുകയാണ്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു. കോട്ടയം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രധാന പാതകളിലൊന്നായ നാഗമ്പടം റെയിൽവേ മേൽപ്പാലത്തിലെ കാൽനടപ്പാത അപകടാവസ്ഥയിൽ. നടപ്പാതയിലെ ഓടകളുടെ കോൺക്രീറ്റ് മൂടികൾ തകർന്നതും പലതും ഇളകി മാറിയതുമാണ് അപകട ഭീഷണി ആകുന്നത്. മാസങ്ങളേറെ കഴിഞ്ഞിട്ടും നാഗമ്പടം റെയിൽവേ മേൽപ്പാലത്തിലെ തകർന്ന കാൽനടപ്പാതയ്ക്ക് പരിഹാരമായില്ല. പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ദിവസവും അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. അധികൃതർ മനസ്സുവെച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുന്നത്. അപകട സാധ്യത ചൂണ്ടിക്കാണിക്കാൻ താൽക്കാലികമായി മുന്നറിയിപ്പ് റിബണുകളും ടാർ വീപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരപരിഹാരത്തിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള ഭാഗത്താണ് അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. ബസ് എത്തുമ്പോൾ തിരക്കിട്ട് ഓടുന്ന യാത്രക്കാരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരും തകർന്ന സ്ലാബുകളിൽ കാലുവെച്ച് അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ്. പ്രദേശം പരിചയമില്ലാത്തവരും പുറത്തുനിന്നെത്തുന്ന യാത്രക്കാരും അപകടം തിരിച്ചറിയാതെ സഞ്ചരിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. രാത്രി സമയത്ത് തകർന്ന ഭാഗങ്ങൾ വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ അപകട ഭീഷണി ഇരട്ടിയാക്കുന്നു. നടപ്പാത ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ പലരും വാഹനങ്ങൾ നിറഞ്ഞ റോഡിലൂടെയാണ് നടക്കുന്നത്. ഇതും അപകട ഭീഷണി ഏറെ ഉയർത്തുന്നുണ്ട്. തകർന്ന ഓടമൂടികൾ മാറ്റി സുരക്ഷിതമായി പുതിയ സ്ലാബുകൾ സ്ഥാപിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കാൽനട യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടുംബശ്രീ പ്രീമിയം കഫേ പ്രവർത്തനം തുടങ്ങി. കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ കുടുംബശ്രീ പ്രീമിയം കഫേയാണിത്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ SVEP സംരംഭമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടുംബശ്രീ പ്രീമിയം കഫേ പ്രവർത്തനം തുടങ്ങി. സാധാരണക്കാരായ വനിതകൾക്ക് മികച്ച തൊഴിലവസരങ്ങളും ഒപ്പം മാന്യമായ വിലയിൽ നാടൻ രുചികളിൽ ഗുണനിലവാരമുള്ള ഭക്ഷണവും ഉറപ്പുവരുത്തുകയാണ് കഫേയുടെ ലക്ഷ്യം. കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ കുടുംബശ്രീ പ്രീമിയം കഫേയാണ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. കുറവിലങ്ങാട്ടെ പ്രീമിയം കഫേയാണ് ആദ്യത്തേത്. 6 പേരടങ്ങുന്ന സംരംഭക യൂണിറ്റാണ് കുടുംബശ്രീ കഫേയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും രുചികരമായ ഭക്ഷണം നൽകുകയാണ് ലക്ഷ്യം. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലോഗോയും ജീവനക്കാർക്കുള്ള യൂണിഫോമും ഉൾപ്പെടെ പ്രൊഫഷണൽ രീതിയിലാണ് കഫേയുടെ പ്രവർത്തനം. ഓണത്തിന് ശേഷം കഫേ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രീമിയം കഫേ മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്ക് ഏറെ പ്രയോജനകരമാണ്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, സ്നാക്സ്, ചായ, കാപ്പി, ബിരിയാണി തുടങ്ങിയ എല്ലാവിധ ഭക്ഷണങ്ങളും ഇവിടെ ലഭിക്കും. നല്ല ഭക്ഷണവും ശുചിത്വവും സേവനവും ഉറപ്പാക്കുന്നതിനോടൊപ്പം വനിതകൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്ന സംരംഭം കൂടിയാണ് കുടുംബശ്രീ കഫേ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബന്ദിപ്പൂ കൃഷിയിൽ 100 മേനി വിജയം നേടിയിരിക്കുകയാണ് ചാമ്പതാൽ സ്വദേശി ടോമി. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായാണ് ഇദ്ദേഹം ബന്ദിപ്പൂ കൃഷി നടത്തിയത്. കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ബന്ദിപ്പൂത്തോട്ടം. ചാമമ്പതാൽ പൈറ്റുനാങ്കുഴിയിൽ ടോമിയുടെ ബന്ദിപ്പൂ കൃഷി തോട്ടത്തിലെ കാഴ്ചയാണിത്. സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തിയത്. വാഴൂർ കൃഷിഭവനിൽ നിന്നും വിത്തുകൾ വാങ്ങി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി 100 മേനി വിജയം കണ്ടു. ഒരു കിലോ പൂവിന് 400 രൂപയാണ് വില. പൊതുവിപണിയേക്കാൾ വില കുറച്ചാണ് വിൽപ്പന. പൂന്തോട്ടം കാണാനും പൂക്കൾ വാങ്ങുന്നതിനുമായി നിരവധി പേർ ചാമമ്പതാലിൽ വീട്ടിൽ എത്തുന്നു.
വരും വർഷങ്ങളിൽ കൃഷി വിപുലമായി നടത്തണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. നല്ലൊരു കർഷകൻ കൂടിയായ ടോമിക്ക് പയർ, വെണ്ട, പാവൽ തുടങ്ങിയ പച്ചക്കറികളുടെ കൃഷിയും ഉണ്ട്. കൂടാതെ 250 വിയറ്റ്നാം എയർലി ബഡ് പ്ലാവിംഗ് കൃഷിയും ഉണ്ട്. ആദ്യ പരീക്ഷണം തന്നെ പൂർണ്ണ വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ടോമിയും കുടുംബവും. പിന്നെ കൃഷിഭവൻകാർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് രസം രാവിലെ വരിക, നമുക്ക് സമയം പോക്കുണ്ട്, കൃഷി ചെയ്യുക. ഓണത്തിന് കൊണ്ടിപ്പോൾ കുഴപ്പമില്ല. നമ്മളിപ്പോൾ അയൽക്കാർക്കെല്ലാം ഇപ്പോൾ കൊടുക്കാൻ പറ്റും. ഒന്ന് ചെറിയൊരു വരുമാനം കിട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് കുറേ കൊടുക്കും. എത്ര പൂ വേണം ഒരു കിലോയ്ക്ക്? ഇനിയിപ്പോൾ ഈ കടുമഞ്ഞാണെങ്കിൽ ഒരു 35-40 എണ്ണം കൊണ്ടൊരു കിലോ കിട്ടും. പ്യൂർ മഞ്ഞയുണ്ട് അപ്പുറം. പിന്നെ രാസവളം ഒന്നും ഇട്ടിട്ടില്ലല്ലോ? ഇല്ല. ജൈവവളം നമ്മൾ കോഴിവളം ഉണ്ടായിരുന്നു. നമ്മുടെ കോഴിവളം തന്നെയാണ് ഇരിക്കുന്നത്. കോഴി ഫാം പൊളിച്ചപ്പോൾ അത് ഇവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തു. നമ്മൾ ആദ്യം ഈ ഡോളോമൈറ്റ് എന്ന സാധനമുണ്ട്, അതിട്ട് മണ്ണൊന്ന് റെഡിയാക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി വേപ്പിൻ പിണ്ണാക്ക് അടിയിലിടും. പിന്നെ കോഴിവളം ഇട്ടിട്ട് ഇതുപോലെ ബെഡ് ഉണ്ടാക്കി മണ്ണിട്ട് മൂടും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം തൊടുപുഴ റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ലൈറ്റുകൾ പലതും നശിച്ചിട്ട് നാളുകൾ. ഭൂരിഭാഗം എണ്ണവും തെളിയാത്തതിനാൽ കാൽനട യാത്രക്കാർക്കുൾപ്പെടെ വിജനമായ സ്ഥലത്ത് കൂടിയുള്ള യാത്ര ഭീതി നിറച്ചിരിക്കുകയാണ്. ആധുനിക നിലവാരത്തിൽ പണിത പൊൻകുന്നം തൊടുപുഴ റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ലൈറ്റുകൾ നശിച്ചിട്ട് നാളുകളായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഓരോ 40 മീറ്ററിനും ഒരു സോളാർ ലൈറ്റ്സ് എന്ന രീതിയിൽ പൊൻകുന്നം മുതൽ തൊടുപുഴ വരെ 60 കിലോമീറ്ററോളം ദൂരത്തിൽ 100 കണക്കിന് ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും തെളിയുന്നില്ല. രാത്രി യാത്രക്കാർ വിജനമായ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഭീതിയോടെയാണ് കടന്നു പോകുന്നത്. അപകടത്തിൽ വാഹനം ഇടിച്ച് തകരുന്ന സോളാർ ലൈറ്റിന് 1,15,000 രൂപയാണ് KSTP നഷ്ടപരിഹാരമായി ഈടാകുന്നത്. നഷ്ടപരിഹാരം കിട്ടിയാലും ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിൽപ്പെട്ട വാഹനോടമകളിൽ നിന്നും ഭീഷണിയുടെ സ്വരത്തിലാണ് ഉദ്യോഗസ്ഥർ പണം ഈടാക്കുന്നതെന്നും പണം നൽകിയാൽ മാത്രമേ അപകടത്തിൽപ്പെട്ട സ്ഥലത്തു നിന്നും വാഹനം എടുത്തുകൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയുള്ളൂ എന്നും നാട്ടുകാർ പറയുന്നു. വാഹനത്തിന് ഇൻഷുറൻസ് ഉള്ളപ്പോൾ എന്തിനാണ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നതെന്നും നാട്ടുകാർ ചോദിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനായി നിർമ്മിച്ച നിയമം പലപ്പോഴും ദുരുപയോഗം ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായും പരാതിയുണ്ട്. ഈ റോഡിലെ സോളാർ ലൈറ്റിലെ ബാറ്ററിയും മറ്റ് ഭാഗങ്ങളും മോഷണം പോകുന്നു നിത്യസംഭവമാണ്. ഇത് പൂർണ്ണമായും തടയുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഇതുവരെ ഫലപ്രദമായി എടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പഠനയാത്ര നടത്തി. കോഴിത്തോട് പഞ്ചായത്തിലെ കൊമ്പുകുത്തി ട്രൈബൽ സ്കൂളിലേക്കായിരുന്നു യാത്ര. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ പഠനയാത്ര കൊമ്പുകുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്നു. ഗോത്രവിഭാഗത്തിന്റെ സംസ്കാരം, കലാരൂപങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയായിരുന്നു പഠനയാത്ര. ഊരുകൂട്ടം, കൊമ്പുകുത്തിയുടെ ചരിത്രം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഊരുമുപ്പൻ EM വിശ്വനാഥൻ ക്ലാസ് എടുത്തു. ഐവർകളിയെക്കുറിച്ച് MJ പ്രഭാകരൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ പാലി നൃത്തം കുട്ടികൾ അവതരിപ്പിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് K. രാജു പരിപാടിക്ക് നേതൃത്വം നൽകി. PTA പ്രതിനിധി രാജകുമാർ AS, അധ്യാപകരായ ശ്രീജിത്ത് CS, ശ്രീജ, സോണിയ ജോർജ്, ശ്രീകുട്ടി S, ആൻമേരി ജോസ്, പ്രജീഷ PM, മീനാക്ഷി മനോജ്, ഷൈജു VS, കൊമ്പുകുത്തി നിവാസികൾ പങ്കെടുത്തു. തുടർന്ന് ഓണാഘോഷവും കലാപരിപാടികളും ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നിൻ തിരുവോണ ദിനത്തെ ആഹ്ലാദത്തോടെ വരവേറ്റ് നാട്. ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. ഓണസദ്യ ഉണ്ടും ബന്ധുവീടുകൾ സന്ദർശിച്ചും ആഘോഷം. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ പുതിയ കടമുറികൾ പണിതിട്ട് മാസങ്ങൾ. കടമുറികൾ പണിതത് വ്യാപാരികൾ സ്വന്തം പൈസ ചെലവഴിച്ച്. തുറക്കാൻ അനുവദിക്കാതെ നഗരസഭ. നാഗമ്പടം റെയിൽവേ മേൽപ്പാലത്തിലെ നടപ്പാത തകർന്നു. ഓടകളുടെ സ്ലാബുകൾ ഒടിഞ്ഞും തെന്നിമാറിയും. അധികൃതരോട് പറഞ്ഞുമെടുത്ത് നാട്ടുകാർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ പ്രീമിയം കഫേ തുറന്നു. ജില്ലയിലെ 2ാമത്തെ പ്രീമിയം കഫേ. നല്ല ഭക്ഷണവും ശുചിത്വവും ഉറപ്പാക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.